ഇന്ന് ഞാനൊരു എംബ്രോയിഡറി ഹൂപ്പ് ഡിസൈനാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് എന്തെങ്കിലും വിഷസോ അതല്ലെങ്കിൽ നെയിമൊക്കെ എഴുതിയിട്ട് ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കാം. ഞാനിവിടെ ചാനലിൻ്റെ പേരാണ് എഴുതിയിട്ടുള്ളത്. ഏകദേശം ഇതുപോലത്തെ ഒരു പാറ്റേൺ ആണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു പാറ്റേൺ ഒരു മെറ്റീരിയൽ ഒന്ന് ട്രേസ് ചെയ്ത് കൊടുക്കാം. ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ വൂവൻ വീൽ സ്റ്റിച്ചാണ് യൂസ് ചെയ്തിട്ടുള്ളത്. റെഡ് കളറിലുള്ള ത്രെഡ് 6 സ്റ്റാൻസിലാണ് എടുത്തിട്ടുള്ളത്. ചെറുതും വലുതുമായിട്ടുള്ള 5 ഫ്ലവേഴ്സാണ് ഈ ഒരു ഡിസൈനിൽ ചെയ്തെടുത്തിട്ടുള്ളത്. എല്ലാ ഫ്ലവേഴ്സും ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു സെയിം സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലവർ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു റൗണ്ട് ഫില്ലായി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തുകൊണ്ട് ഒരു ലെയറോടെ ചെയ്തെടുക്കാം. ഒരുപാട് ടൈറ്റ് ചെയ്തിട്ടല്ല, കുറച്ച് ലൂസായിട്ടുള്ള ബാക്ക് സ്റ്റിച്ചാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലവറിൽ കുറച്ചുകൂടെ ഭംഗിയായിട്ടുള്ള പെറ്റൽസ് വരുന്ന രീതിയിലുള്ള ഒരു ഫിനിഷിംഗ് ലുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെയാണ് ബാക്കി എല്ലാ ഫ്ലവേഴ്സും ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതുപോലെ തന്നെ എല്ലാ ഫ്ലവേഴ്സും കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ ഫ്ലവേഴ്സും കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ലൈനുകളിലാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ത്രെഡ് 6 സ്റ്റാൻസിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഓരോ സ്ട്രൈറ്റ് ആയിട്ടുള്ള സ്റ്റിച്ച് മാത്രമാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ച് ടൈറ്റായിട്ട് വേണം ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ലീഫുകൾ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലുള്ള ത്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫിഷ് ബോൺ സ്റ്റിച്ചും ലേസി ഡേസി സ്റ്റിച്ചും യൂസ് ചെയ്തിട്ടുള്ള ലീഫുകളാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതുപോലെ ലീഫുകൾ ചെയ്തെടുക്കാം.
ലെറ്റേഴ്സ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ബാക്ക് സ്റ്റിച്ചാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലുള്ള ത്രെഡ് 4 സ്റ്റാൻസിലാണ് എടുത്തിട്ടുള്ളത്. കുറച്ചുകൂടി തിക്കായിട്ടുള്ള ലെറ്റേഴ്സാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് 6 സ്റ്റാൻസിലും ത്രെഡ് എടുക്കാം. നമുക്കിവിടെ ബർത്ത്ഡേ വിഷസോ നെയിംസോ എന്ത് വേണമെങ്കിലും എഴുതി കൊടുക്കാം. ഞാനിവിടെ ചാനലിൻ്റെ നെയിമാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ നോർമൽ ഫോണ്ടിലാണ് ഈ ഒരു ലെറ്റേഴ്സ് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് സ്റ്റൈലായിട്ടുള്ള ഫോണ്ടിലൊക്കെ ഇതുപോലെ ട്രേസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതേ രീതിയിൽ തന്നെ ഈ ഒരു ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് കുറച്ച് ഫ്രഞ്ച് നോട്ടുകളാണ് ചെയ്തെടുക്കാനുള്ളത്. നോട്ടുകൾ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ലെറ്റേഴ്സ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു കളറിലുള്ള ത്രെഡും ഫ്ലവർ ചെയ്ത് കൊടുത്തിട്ടുള്ള റെഡ് കളറുള്ള ത്രെഡും യൂസ് ചെയ്തിട്ടുണ്ട്. 6 സ്റ്റാൻസിലാണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. നീഡിൽ ത്രെഡിന് 2 തവണയോ 3 തവണയോ ചുറ്റി കൊടുത്തിട്ടുള്ള നോട്ടുകൾ ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഡിസൈൻ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്